ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് ഒക്കെ തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓഫ് ഡേയിലാണ് ഞാനിവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ രാവിലെ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങാം. അതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് തുടങ്ങാം. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഇവിടെ തുടങ്ങിയാണ്. നമ്മൾ ആസ്പർഗസ് മേടിച്ചായിരുന്നു ഇന്നലെ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ ക്രോഗറി പോയി നമ്മുടെ ഗ്രോസറീസ് എല്ലാം വാങ്ങിച്ചു. നമ്മളത് ആസ്പർഗസ് ഇങ്ങനെ കെട്ടായിട്ട് കിട്ടുവേ. അപ്പം ഞാൻ 2 കെട്ട് വാങ്ങിച്ചു. ഒരു കെട്ട് തന്നെ അവിടെ ലൂസാക്കി കിട്ടും. അങ്ങനെ 2 കെട്ട് വാങ്ങിച്ചു. അപ്പം അതുകൊണ്ട് നമ്മൾ തോരൻ ഉണ്ടാക്കണം. ആസ്പർഗസ് നമുക്ക് തോരൻ തന്നെയല്ല, നമുക്കിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് നമുക്കിങ്ങനെ ബട്ടറൊക്കെ തേച്ച് കഴിക്കാനും നല്ലതാണ്. പിന്നെ ഒരു ഹോൾ ചിക്കൻ വാങ്ങിച്ചായിരുന്നു. അത് ഇന്നലെ തന്നെ കട്ട് ചെയ്തേണ്ട നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചു. രണ്ടുകൂടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്തിട്ട് ഇനി ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കൂടെ ഒന്ന് തോരൻ ഉണ്ടാക്കാമെന്ന് ഓർത്ത്. കാരണം ഒരു ബാഗ് ക്യാരറ്റ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു, ക്യാരറ്റ് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് തോരനും കൂടി ഉണ്ടാക്കാം. അപ്പം നമുക്കങ്ങനെ കുറേ ജോലികളുണ്ട് ഇന്ന് ചെയ്യാനായിട്ട്. ഞാൻ തുണി കഴുകാനെല്ലാം ഓൾറെഡി ഇട്ടിരിക്കുകയാണ് വാഷറിനകത്ത്. അപ്പം നമുക്ക് ജോലികൾ ഓരോന്നായിട്ട് തുടങ്ങാം. ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പം അധികം തണുപ്പില്ല. അതുകൊണ്ട് തന്നെ പുറത്തെ കിച്ചണിലാണ് നമ്മുടെ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വെജിറ്റബിൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ ആസ്പർഗസും ക്യാരറ്റും തോരൻ വെക്കാനായിട്ട് ഞാൻ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. നമ്മൾ പുറത്തെ കിച്ചണിലാണ് അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുക്കിങ്ങിനായിട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് പുറത്ത് സ്റ്റൗ ഉണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പം നമ്മൾ അവിടെയാണ് നമ്മുടെ ചിക്കൻ ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ന്യൂസിലൊക്കെ കണ്ടില്ല, അമേരിക്ക കാറ്റാണ്. എല്ലാവരും കണ്ടു കാണുമല്ലോ. അതാണ് ഇവിടെ ചെറുതായിട്ട് കാറ്റുണ്ട്. എവിടെയൊക്കെയോ വലിയ കാറ്റുണ്ട്. അതിൻ്റെ ചെറുതായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട്. തണുപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ ഇവിടെ നമുക്ക് നടത്താം. നമ്മുടെ ബാക്കിയാതെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഒക്കെ ഓണാക്കി പാനൊക്കെ വെച്ച് കൊടുത്തു. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് പച്ചപ്പൊന്ന് മാറി ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആയാൽ മതിയേ. എനിക്കിങ്ങനെ പച്ച ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ കറി ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതിനെപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചിക്കൻ കറിക്ക് ഡബിൾ ടേസ്റ്റ് ആവും. ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ട്രിപ്പ് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് വെച്ച് കൊടുക്കാവേ. സെക്കൻഡ് ട്രിപ്പ് നമുക്ക് എണ്ണയിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ട്രിപ്പും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മൂന്നാമതൊരു ചെറിയ ട്രിപ്പും കൂടി ഇടേണ്ട വരും, കാരണം ഇത്രയും ചിക്കനും കൂടി ഇനിയുണ്ട്. അപ്പോൾ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് കാറ്റില്ലെന്ന് തോന്നി. പക്ഷേ ഇവിടെ കുറച്ചു നേരം ചെന്നപ്പോൾ കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. നമ്മുടെ മരത്തിൻ്റെയൊക്കെ ഇലകളെല്ലാം പോയി കിടക്കുന്ന സമയമായതുകൊണ്ട് നമുക്കധികം മനസ്സിലാകത്തില്ല. അപ്പോൾ ഇലയുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇല കിടന്ന് അനങ്ങുമ്പോൾ മനസ്സിലാവും. പക്ഷെ മരങ്ങളൊക്കെ അനങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇലകളെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. ചെറുതായിട്ട് ഇവിടെ ഉണ്ടാകാൻ തുടങ്ങി. ഇവിടെ സ്പ്രിങ് ആയല്ലോ ഇപ്പം. കണ്ടേ, ഇലകളെല്ലാം ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പം മൊത്തം ഇലയും കൂടെ ഇങ്ങനെ വരും. മരങ്ങളൊക്കെ കിടന്ന് ആടി ഒലിയുന്നുണ്ടോ. നല്ല കാറ്റുണ്ട്. ഇറങ്ങാണ്ടൊക്കെ ഒരു ഭയങ്കരമായ കാറ്റാണ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പ് ചിക്കനും എണ്ണയ്ക്കകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതോടുകൂടി തീരുന്നതാണ്. അപ്പോൾ നമ്മുടെ
2 ട്രിപ്പ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അതുകൂടെ കുറച്ച് ചിക്കനോടെയുള്ള 3ാമത്തെ ട്രിപ്പ് കൂടെ ഫ്രൈ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ചിക്കൻ ഫ്രൈ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. കാരണം ഇവിടെ ഭയങ്കര വിണ്ടിയാണ്. നമ്മളിവിടെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഇവിടെ ഒന്നുകൊണ്ട് ഫ്രൈ ചെയ്യുന്ന അത്ര സേഫല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ തീ ഉണ്ടായി വീട് ഞങ്ങളും തീ പിടിച്ച് തന്നെ എടുക്കും. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അകത്ത് പോയി ബാക്കി കുക്കിങ്ങൊക്കെ ചെയ്യുന്നതായിരിക്കും. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോവുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് നമ്മൾ അകത്ത് പോയിട്ട് കറിയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇവിടെ വല്ല ഫയറും ഉണ്ടായെങ്കിൽ പിന്നെ ആകെ പ്രോബ്ലം ആവും. വീട്ടിലാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു അകത്തേക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അകത്ത് പോയിട്ട് ബാക്കി കുക്കിങ്ങൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. അങ്ങനെ ഇവിടെ നമ്മൾ അകത്ത് വന്നു. ഞാൻ വേണ്ട ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പാനൊക്കെ വെച്ചു. ഇങ്ങനെ എപ്പോഴും ഈ പാനിനകത്താണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ അപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് പാനുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത പാൻ അതായിരുന്നു. ബാക്കി ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഈ പാനിനകത്ത് വേണ്ട നമ്മുടെ എണ്ണയൊക്കെ മൂത്ത് വന്നപ്പോൾ കരിയാപ്പില കടുകെല്ലാം ഇട്ടു. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ നമ്മുടെ ഓനിയൻ, ഗാർലിക്, ജിഞ്ചർ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. ഇനി വെജിറ്റബിളിനുള്ള ചിക്കൻ നമ്മുടെ ഓനിയനൊക്കെ നമുക്കിനി റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, ഒനിയൻ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തേ. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്ന് വഴന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമ്മുടെ പൊടികളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. തോരൻ കറിക്കുള്ള നമ്മുടെ കോക്കനട്ട് ഡീഫ്രോസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ വെച്ചായിരുന്നു. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കതെടുക്കാം. നമ്മുടെ കോക്കനട്ട് ഇവിടെ നല്ല ഡീഫ്രോസ്റ്റായി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആസ്പർഗസ് തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒനിയനെല്ലാം ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇച്ചിരി കൂടെ നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ പൊടികൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് സോൾട്ടും പിന്നെ ഇച്ചിരി മഞ്ഞൾ പൗഡറും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ചത്. ഇവിടെ ഞാൻ പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും സോൾട്ടും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാ പൊടികളും ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനങ്ങനെ ചിക്കൻ മസാല ചിക്കൻ കറിക്ക് ആഡ് ചെയ്യാറില്ല. നേരത്തെയൊക്കെ ചിക്കൻ മസാല ഞാൻ എപ്പോഴും യൂസ് ചെയ്തായിരുന്നു. എനിക്കിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ പൊടിക്കകത്തോട്ട് ഇടേണ്ട ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തു. ചിക്കൻ ഇവിടെ നിന്ന് കുക്കാകട്ടെ. നമ്മുടെ ആസ്പർഗസ് ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. അതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ക്യാരറ്റ് തോരനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി. ആസ്പർഗസിനെ ഞാനൊരു ബോക്സിലേക്ക് മാറ്റി. അങ്ങനെ ക്യാരറ്റ് തോരൻ, നമ്മുടെ ചിക്കൻ കറി, എവറിത്തിങ് ഈസ് റെഡി. ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ലഞ്ച് ടൈം. അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് സ്റ്റഫുകളുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.